എങ്ങനെ വേണമെങ്കിലും നടക്കടാ ചെറുപ്പക്കാരാ. എത്ര ഉപദേശം കേട്ടാലും നന്നാകുന്നില്ലല്ലോ. ഈ സമുദായത്തിന് വല്ലാത്ത അഹങ്കാരമാടോ. ഈ സമുദായത്തിലെ പെൺമക്കളെ അല്ലാഹുവിനെ മറന്ന് ജീവിക്കല്ലേ. പഠിച്ചവനെ ഹൈന്ദവ വിശ്വാസികളായ പെൺകുട്ടികള്, ക്രിസ്തുമത വിശ്വാസികളായ പെൺകുട്ടികള്, അവര് പോലും കാണിക്കാത്ത വൃത്തികേടുകളാ നമ്മുടെ മക്കള് കാണിക്കുന്നത്, നമ്മുടെ സമുദായം കാണിക്കുന്നത്. അവർക്കൊരു പേടിയില്ലടോ. ഏറ്റവും വലിയ സങ്കടം എന്തെന്നറിയുമോ? ലോകത്തെ ഏറ്റവും കൂടുതൽ ഉപദേശം കേൾക്കുന്നത് നമ്മുടെ സമുദായമാ. ഏറ്റവും കൂടുതൽ നിങ്ങൾ ആലോചിക്കേ, ഒരു ക്രിസ്തുമത വിശ്വാസിയായ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ഹൈന്ദവ വിശ്വാസിയായ പെൺകുട്ടി, ആ കുട്ടികൾ പോലും അവര് പോലും കാണിക്കാത്ത അത്രയും അക്രമമാണ് നമ്മുടെ സമുദായം കാണിക്കുന്നത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അത് എവിടെ വേണമെങ്കിലും നിങ്ങൾ നോക്കിക്കോ. ഒരു പാർക്കിൽ, ഒരു ബീച്ചിൽ, ഒരു കല്യാണ വീട്ടില്, എവിടെ പോയാലും സുബ്ഹാനല്ലാഹ്, എന്ത് ഉസ്താദ്, എന്ത് കാരണവന്മാര്, എന്തു പ്രായമുള്ളവര്. എടാ, ഫർദ ധരിച്ച, ഫർദയും ഹിജാബും ധരിച്ച് അല്ലാഹു ഓരോ ഉമ്മമാര് നടക്കുന്ന കാണണം. ഓരോ വാപ്പമാര് താടി, ആലിമീങ്ങളെക്കാളും വലിയ താടി, പള്ളിയുടെ പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി, ഹജ്ജ് ചെയ്ത ഹാജിയ, മക്കളുടെ കോലമൊന്ന് കാണണം. അല്ലാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പുറം അല്ലാഹു കാക്കുമാറാകട്ടെ. എടോ, ഞാനും നിങ്ങളും ജനിച്ച കാലം മുതൽ ബാങ്ക് ഇഖാമത്ത് തുടങ്ങിയതാ. നമ്മൾ ഏറ്റവും കൂടുതൽ വഅദും പ്രസംഗവും മജ്ലിസുൻ നൂർ, സലാത്ത് മജ്ലിസ് എല്ലാം ഉണ്ട് നമുക്ക്. ഇന്ന് ഞാൻ ട്രെയിനിൽ വരുമ്പോൾ അത്ഭുതപ്പെട്ടു പോയി. നമ്മുടെ മക്കള് പഠിച്ചൊരു ഉമ്മമാരൊക്കെ ഫർദ ഇട്ടിട്ട് മഹദിമാരെ പോലെ ഉമ്മമാരൊക്കെ വരിക. ട്രെയിനിൽ നോക്കുമ്പോ ഫർദയും ഹിജാബ് വരെ ഇട്ടിട്ട് പഠിച്ചവനെ ഇന്ന് ഞാൻ കണ്ടതാ. ഒരു സഹോദരി, ഇങ്ങനത്തെ ആൾക്കാരുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു. ഇന്നൊരു ഉമ്മ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും, എന്തോ ഒരു കാര്യം കഴിക്കുമ്പോ പോലും ആ മുഖത്തിട്ടിരിക്കുന്ന മക്കനെ ഒന്ന് പൊക്കി വെച്ചിട്ട് തിന്നുന്നില്ല. ആ മക്കനക്കടിയിലൂടെ ആഹാരം കഴിക്കുന്നു. അല്ലാഹു സ്വർഗ്ഗം കൊടുക്കുമാറാകട്ടെ.